പ്രൈസ് ലോർഡ്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ എൻ്റെ സ്നേഹവന്ദനങ്ങൾ അറിയിക്കുന്നു. ദൈവമക്കളെ, പ്രതീക്ഷിക്കാത്ത സമയത്ത് ഭയവും ഉത്കണ്ഠയും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരും. നമ്മുടെ ചിന്തകൾ കാട് കയറി അങ്ങ് പോവും. നമ്മളൊക്കെ വാട്ട് ഇഫ് ഈ ഒരു ചോദ്യം ചോദിച്ചുകൊണ്ടിരിക്കും. ഞാൻ പറയട്ടെ, അങ്ങനെ ജീവിക്കാനല്ല ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. ദൈവം അനേക പ്രോമിസസ് സമാധാനത്തെക്കുറിച്ച് നമുക്ക് തന്നിട്ടുണ്ട്. അവൻ്റെ പേര് തന്നെ സമാധാന പ്രഭുവാണ്. അതുകൊണ്ട് നമുക്ക് അവനെ ശരണം പ്രാപിപ്പാൻ കഴിയണം. ഇന്ന് അല്പം നേരത്തെ ചിന്തയ്ക്കായിട്ട് 34-ാം സങ്കീർത്തനം അതിൻ്റെ 4-ാം വാക്യം, Psalms 34:4. ഞാൻ യഹോവയോട് അപേക്ഷിച്ചു, അവൻ എനിക്ക് ഉത്തരമരുളി, എൻ്റെ സകല ഭയങ്ങളിൽ നിന്നും എന്നെ വിടുവിച്ചു. സ്തോത്രം. ഞാൻ പറഞ്ഞല്ലോ, ഈ ഡിപ്രഷനും ഫിയറും ആങ്സൈറ്റിയും ഒന്നും ക്രിസ്ത്യൻ ലൈഫിൻ്റെ ഭാഗമല്ല, ക്രിസ്ത്യൻ ലൈഫിന് യോജിച്ചതുമല്ല. പക്ഷേ ഇങ്ങനെയുള്ള വികാരങ്ങൾ കടന്നു വന്നിട്ട് സ്ട്രഗിള് ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ പറയട്ടെ, പ്രത്യാശയുടെ തിരുവചനത്തിലേക്ക് നാം നമ്മുടെ ശ്രദ്ധ തിരിക്കണം. അത് നമുക്ക് പ്രത്യാശ തരും, വിശ്വാസം തരും, നമ്മെ വളരെയധികം സഹായിക്കുകയും ചെയ്യും. സങ്കീർത്തനം 28-നകത്ത് നാം ഇങ്ങനെ കാണുന്നുണ്ട്. സങ്കീർത്തനക്കാരൻ തൻ്റെ സ്വന്തം അനുഭവങ്ങളിൽ നിന്ന് എഴുതിയ സങ്കീർത്തനത്തിൻ്റെ ആഴം നാം മനസ്സിലാക്കുമ്പോൾ ദൈവമക്കളെ, നമുക്ക് പലതിൽ നിന്നും പുറത്തു വരുവാനായിട്ട് കഴിയും. സങ്കീർത്തനം 28:1, യഹോവേ, ഞാൻ നിന്നെ വിളിച്ചപേക്ഷിക്കുന്നു, എൻ്റെ പാറയായുള്ളവേ, നീ കേൾക്കാതിരിക്കരുതേ. നീ മിണ്ടാതിരുന്നിട്ട് ഞാൻ കുഴിയിൽ ഇറങ്ങുന്നവരെ പോലെ ആകാതിരിപ്പാൻ തന്നെ. പ്രൈസ് ഗോഡ്. ദൈവം ശ്രദ്ധിക്കുന്നില്ല എന്ന് സങ്കീർത്തനക്കാരൻ അങ്ങ് ഫീൽ ചെയ്യുക. എന്നാലും ദൈവത്തിൻ്റെ പുറകെ താൻ ദൈവത്തെ അന്വേഷിച്ചുകൊണ്ട് തന്നെ പോയി. ഹി ഡസൻറ്റ് സ്റ്റോപ്പ് പർസ്യൂയിങ് ഗോഡ്. എന്നാൽ നമ്മളങ്ങനാണോ? നമ്മളിട്ടിട്ട് പോവും അല്ലേ? സങ്കീർത്തനക്കാരൻ ആരാധിക്കുന്നുമുണ്ട്, അതേസമയം താൻ സഹായത്തിനായിട്ട് യാചിക്കുന്നുമുണ്ട്. ചീത്ത അല്ലെങ്കിൽ തിന്മ ചെയ്യുന്ന അനേക മനുഷ്യരുണ്ട്. സങ്കീർത്തനം 28-ൻ്റെ 3, 4, 5 വാക്യങ്ങൾ നോക്കുമ്പോൾ നാം ഇങ്ങനെ കാണുന്നുണ്ട്. ഒരു സൈന്യം എൻ്റെ നേരെ പാളയം ഇറങ്ങിയാലും എൻ്റെ ഹൃദയം ഭയപ്പെടുകയില്ല. എനിക്ക് യുദ്ധം നേരിട്ടാലും ഞാൻ നിർഭയമായിരിക്കും. അതിനുശേഷം ഞാൻ 5 പറയുന്നത്, 5-ാം വാക്യം, അനർത്ഥ ദിവസത്തിൽ അവൻ തൻ്റെ കൂടാരത്തിൽ എന്നെ ഒളിപ്പിക്കും, തിരുനിവാസിൻ്റെ മറവിൽ എന്നെ മറയ്ക്കും, പാറമേൽ എന്നെ ഉയർത്തും. ഇങ്ങനെ പെറ്റീഷൻ അയച്ച സങ്കീർത്തനക്കാരൻ പിന്നെ സ്തുതിയിലേക്ക് അങ്ങ് മടങ്ങും. എപ്പോഴാണെന്നറിയാവോ? സ്വർഗത്തിലെ ദൈവം അവൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കൊടുക്കുമ്പോൾ. അപ്പോൾ സങ്കീർത്തനക്കാരൻ തന്നെ മനസ്സിലാക്കും, അവൻ്റെ ആ കോൺഫിഡൻസ് കറക്റ്റ് സ്ഥലത്ത് തന്നെയാണല്ലോ എത്തി നിൽക്കുന്നതെന്ന്. നമ്മുടെ ദൈവം വാഴ്ത്തപ്പെട്ടവനാണ്. കാരണം അവൻ്റെ കരച്ചിലിൻ്റെ നിലവിളിയുടെ ശബ്ദം കേട്ടിരിക്കുന്നു. ഉറക്കം വിളിക്കുമ്പോൾ കേൾക്കുന്ന ഒരു ദൈവമുണ്ട്. ദൈവ പൈതലേ, ചുറ്റുമുള്ള ശത്രുക്കളുടെ മേൽ നമ്മുടെ തല കുനിഞ്ഞു പോകാതെ ആ തലയെ ഉയർത്തിപ്പിടിക്കുന്ന ഒരു ദൈവമുണ്ട്. ഇതിൻ്റെ അവസ്ഥകൾ വന്നാലും ദൈവം വിശ്വസ്തനാണ്. അവൻ നമ്മിൽ നിന്നൊട്ടും അകന്നല്ല. ചിലപ്പോൾ നമ്മുടെ ഇമോഷൻസ് നമ്മെ ഡിക്റ്റേറ്റ് ചെയ്തു എന്ന് ഇരിക്കും. പക്ഷെങ്കിൽ നമ്മെ ഷെപ്പേർഡ് ചെയ്യുന്ന ഒരു നല്ല ദൈവത്തെ നാം അനുഭവിച്ചിട്ടുള്ളതല്ലേ. സങ്കീർത്തനം 28-9 ഇങ്ങനെ പറയുന്നു, നിൻ്റെ മുഖം എനിക്ക് മറയ്ക്കരുതേ, അടിയനെ കോപത്തോടെ നീക്കിക്കളയരുതേ. നീ എനിക്ക് തുണയായിരിക്കുന്നു, എൻ്റെ രക്ഷയുടെ ദൈവമേ, എന്നെ തള്ളിക്കളയരുതേ, ഉപേക്ഷിക്കുകയും അരുതേ. പ്രൈസ് ഗോഡ്. നമ്മുടെ ദൈവം രക്ഷിക്കും, അനുഗ്രഹിക്കും, ഗൈഡ് ചെയ്യും. കൂടാതെ ഏത് സീസണിൽ കൂടാണെങ്കിലും അവൻ നമ്മെ മുന്നോട്ട് കൊണ്ടുപോകുക തന്നെ ചെയ്യും. അത് നമ്മുടെ ജീവിതത്തിൽ എത്ര ആവശ്യമാണ് അല്ലേ?
വളരെ ആവശ്യമാണ്. നമുക്ക് ഓരോ സിറ്റുവേഷനിലും പല വിധത്തിലുള്ള ഫീലിംഗ്, എന്നാൽ ചില ഭയപ്പെടുത്തുന്ന ഫീലിംഗ് നമ്മുടെ ജീവിതാനുഭവത്തിൽ കടന്നു വരുവാൻ ഇടയാകാറുണ്ട്. എൻ്റെ പ്രിയപ്പെട്ടവരുടെ ശ്രദ്ധയ്ക്കായിട്ട് ഞാൻ ചില വചനങ്ങൾ നിങ്ങളെ കേൾപ്പിക്കട്ടെ. യെരമ്യാവ് 4-ാം അധ്യായം 19, 20, 21, 22. ജെറമ്യ ചാപ്റ്റർ 4 വേഴ്സസ് 19-22. അയ്യോ എൻ്റെ ഉദരം എനിക്ക് നോവ് കിട്ടിയിരിക്കുന്നു. അയ്യോ എൻ്റെ ഹൃദയഭിത്തികൾ എൻ്റെ നെഞ്ചടിക്കുന്നു. എനിക്ക് മിണ്ടാതെ ഇരുന്നുകൂടാ. എൻ്റെ ഉള്ളം കാഹളനാദവും യുദ്ധത്തിൻ്റെ ആർപ്പുവിളിയും കേട്ടിരിക്കുന്നു. നാശത്തിന്മേൽ നാശം വിളിച്ചു പറയുന്നു. ദേശമൊക്കെയും ശൂന്യമായി. പെട്ടെന്ന് എൻ്റെ കൂടാരങ്ങളും ഒരു ക്ഷണത്തിൽ എൻ്റെ തിരശ്ശീലകളും കവർച്ചയായിപ്പോയി. എത്രത്തോളം ഞാൻ കൊടി കണ്ട് കാഹളധ്വനി കേൾക്കേണ്ടി വരും. എൻ്റെ ജനം ഭോഷന്മാർ, അവർ എന്നെ അറിയുന്നില്ല. അവർ ബുദ്ധികെട്ട മക്കൾ, അവർക്കൊട്ടും ബോധമില്ല. ദോഷം ചെയ്യുവാൻ അവർ സമർത്ഥന്മാർ, നന്മ ചെയ്യാനോ അവർക്ക് അറിഞ്ഞുകൂടാ. ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ വരുമ്പോൾ നാം എന്ത് ചെയ്യും? നാം എങ്ങനെയാണ് പിന്നെ ഓപ്പറേറ്റ് ചെയ്യേണ്ടത്? സിമ്പിളായിട്ടൊരു ആൻസർ അതിന് പറയാൻ പറ്റത്തില്ല. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, നാം നമ്മുടെ ദൈവത്തിൽ വിശ്വസിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിന് വേണ്ട എല്ലാ പ്രൊവിഷൻസും അവൻ തരും. അടിച്ചു വരുന്ന കൊടുങ്കാറ്റ് നമ്മുടെ ജീവിതത്തിലേതുണ്ടല്ലോ, അത് നോക്കിക്കൊണ്ട്, മറ്റുള്ളവരുടെ ജീവിതം നോക്കിക്കൊണ്ട്, കുഞ്ഞെ നീ ഒരിക്കലും പറയരുത് നിൻ്റെ ദൈവം നിന്നെ സഹായിക്കുന്നില്ല എന്ന്. നമ്മൾ പല കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ എൻകൗണ്ടർ ചെയ്യേണ്ടി വരും. നമ്മൾ പറയുവാണെങ്കിൽ ജെറമ്യ കണ്ണുനീരിൻ്റെ പ്രവാചകനായിരുന്നു. പൗലോസ് ഇങ്ങനെ എഴുതുന്നുണ്ട്, യേശു കർത്താവിനെ താൻ രക്ഷിതാവായിട്ട് സ്വീകരിച്ച പോലെ തന്നെ അവനിൽ നടപ്പീൻ, അവനിൽ വേരൂന്നി നടപ്പീൻ എന്നാണ് പറയുന്നത്. കൊലോസ്യ ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 6, 7 വാക്യങ്ങൾ. കൊളോഷ്യൻസ് ചാപ്റ്റർ 2 വേഴ്സസ് 6 and 7. Colossians 2 വേഴ്സസ് 6 and 7. ആകയാൽ നിങ്ങൾ കർത്താവായ ക്രിസ്തു യേശുവിനെ കൈക്കൊണ്ടതുപോലെ അവൻ്റെ കൂട്ടായ്മയിൽ നടപ്പീൻ. അവനിൽ വേരൂന്നിയും ആത്മീയ വർധന പ്രാപിച്ചു നിങ്ങൾക്ക് ഉപദേശിച്ച് ഒത്തവണ്ണം വിശ്വാസത്തിൽ ഉറച്ചും സ്തോത്രത്തിൽ കവിഞ്ഞും ഇരിപ്പീൻ. ഹല്ലേലൂയ. ലെറ്റ് അവർ കൗൺസിൽ ബി ഗോഡ്ലി കൗൺസിൽ. നമ്മുടെ വാക്യങ്ങൾ സന്തോഷത്തോടെ സ്നേഹത്തോടുകൂടിയുമായിരിക്കണം. അത് ട്രസ്റ്റ്ഫുള്ളായിരിക്കണം. മറ്റുള്ളവർക്ക് വിശ്വസിക്കാൻ കഴിയുന്നതായിരിക്കണം. നമ്മളെ ചേഞ്ച് ചെയ്യാൻ തക്കോണം കർത്താവ് അയക്കുന്ന ഓരോ വിഷയത്തിലും പരിപൂർണ മറുപടി ഏറ്റെടുത്ത് സന്തോഷത്തോടെ കർത്താവിന് നന്ദി കരയേറ്റുകൊണ്ട് ജീവിപ്പാൻ സ്വർഗത്തിലെ ദൈവം ഇടയാക്കട്ടെ. നമ്മുടെ ആക്ഷൻസ് ഹല്ലേലൂയ അതിന് മുമ്പ് താങ്ക്ഫുൾനെസ്സും സ്നേഹവും നമുക്ക് കാണണം. ഇന്നിപ്പോൾ ഏത് തരത്തിലുള്ള സ്റ്റോമാ കുഞ്ഞെ നീ അനുഭവിക്കുന്നത്, അതിൽ നിന്ന് സ്വർഗത്തിലെ ദൈവം നിന്നെ പുറത്തു കൊണ്ടുവരും. ഡിഫിക്കൽട്ട് സിറ്റുവേഷനിലൂടെയൊക്കെ കടന്നുപോയി ചിലർക്ക് ജീവിതം വരെ വേണ്ടെന്ന് തോന്നിയ സന്ദർഭങ്ങളുണ്ടായെന്ന് കൗൺസിൽ ചെയ്ത് അനേകരെ മീറ്റ് ചെയ്യുന്നതുകൊണ്ട് ഇങ്ങനെയൊക്കെ പറയുന്നവരെ നമുക്ക് കാണാം. ഓവർകം ചെയ്യാൻ ശ്രമിക്കത്തില്ല, പക്ഷേ എസ്കേപ്പിന് വേണ്ടി ശ്രമിക്കും. മാതാപിതാക്കൾ വളരെ കരുതലോടെയും സ്നേഹത്തോടെയും കുഞ്ഞുങ്ങളെ വളർത്തേണ്ട ഒരു കാലഘട്ടത്തിലാണ് നാം ആയിരിക്കുന്നത്. ഞാൻ പറയട്ടെ, നമ്മൾ മറ്റുള്ളവർക്ക് ഒരു സാക്ഷിയായിരിക്കണം. പോളിൻ്റെ അല്ലെങ്കിൽ പൗലോസ് അപ്പോസ്തലൻ്റെ വേവ് ലെങ്ത് പലരിൽ നിന്നും ഡിഫറൻ്റ് ആയിരുന്നു. ഫിലിപ്പിയിലുള്ള ചർച്ചിന് താൻ ഒരു ലേഖനം എഴുതുമ്പോൾ പ്രിസണിൽ കിടന്നുകൊണ്ടാണ് എഴുതുന്നത്.
റോമൻ ഇംപ്രസ്മെൻറ്റ് എനിക്ക് നല്ലവണ്ണം അറിയാം. ഫിലിപ്പിയ ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 12-13 വാക്യങ്ങൾ. ഫിലിപ്പിയൻസ് ചാപ്റ്റർ 1 വേഴ്സസ് 12 and 13. സഹോദരന്മാരെ, എനിക്ക് ലഭിച്ചത് സുവിശേഷത്തിൻ്റെ അഭിവൃദ്ധിക്ക് കാരണമായി തീർന്നതെന്ന് നിങ്ങൾ അറിവാൻ ഞാൻ ഇച്ഛിക്കുന്നു. എൻ്റെ ബന്ധനങ്ങൾ ക്രിസ്തു നിമിത്തമാകുന്നു എന്ന് അകമ്പടി പട്ടാളത്താൽ ഒക്കെയും ശേഷം എല്ലാവർക്കും തെളിവായി വരികയും ചെയ്തു എന്നുള്ളതാണ്. ബാക്കി ഞാൻ മുന്നോട്ടുള്ള വാക്യം പറയുന്നില്ല, ഇത് മാത്രം നിങ്ങൾ അറിഞ്ഞിരിക്കട്ടെ. അപ്പം പോൾ വാസിൻറ്റ് ജസ്റ്റ് എൻഡ്യൂറിങ് ഓർ ആൻറ്റിസിപ്പേറ്റിംഗ് ദ എൻഡ് ഓഫ് ഹിസ് ഇംപ്രിസൺമെൻറ്റ്. അവനാകെ ചെയ്യാൻ അവിടെ ഉദ്ദേശിച്ചത് ദൈവത്തിൻ്റെ ഒരു സാക്ഷിയായിട്ട് ഈ അനുഭവത്തിലും ഞാൻ നിന്ന് അതിൽ നിന്ന് ചില പാഠങ്ങൾ മറ്റുള്ളവരും പഠിക്കണമെന്നാണ്. ഹി വാസ് യൂസിങ് ഹിസ് എക്സ്പീരിയൻസ് ടു ബി എ വിറ്റ്നസ് ഫോർ ക്രൈസ്റ്റ്. അവനെ തടവിലാക്കിയവർ, പിടിച്ചുകൊണ്ട് പോയവരൊക്കെ അതിശയിച്ച് കാണും. ഒരു മനുഷ്യനെ എങ്ങനെ ഇങ്ങനെ സഫർ ചെയ്യാൻ പറ്റും? ഞാൻ പറയട്ടെ, ആ ഇംപ്രിസൺമെൻറ്റ് മൂല്യമുള്ളതായി തീർന്നു. പൗലോസ് കടന്നുപോയ സാഹചര്യങ്ങളൊക്കെ വെറുതെ കുറേ ഓളങ്ങളുണ്ടാക്കുമല്ലായിരുന്നു. പൗലോസിൻ്റെ എൻഡ്യൂറൻസും ഭയം കൂടാതെ താൻ വചനം പ്രസംഗിച്ചതുമെല്ലാം അനേക ദൈവമക്കളെ ബലപ്പെടുത്തിയിട്ടുണ്ട്. അൺസർട്ടൻ സമയങ്ങൾ വരുമ്പോൾ, ഡിഫിക്കൽട്ട് സമയം വരുമ്പോൾ നമ്മൾ സന്തോഷം കൊണ്ട് നിറയത്തില്ല. അത് എളുപ്പമുള്ളൊരു കാര്യമല്ല, നാച്ചുറലായിട്ടുള്ളൊരു കാര്യമല്ല. പക്ഷേ അങ്ങനെയുള്ള കാലഘട്ടത്തിലും എല്ലാം തെറ്റായ രീതിയിൽ പോകുന്നു എന്ന് തോന്നുമ്പോഴും, തിന്മയ്ക്കായി ഭവിക്കൂ എന്ന് തോന്നുമ്പോഴും ഇതിന് കർത്താവിന് ഒരു ഉദ്ദേശമുണ്ടെന്ന് മനസ്സിലാക്കുവാൻ ദൈവമക്കളെ നമുക്ക് കഴിയണം. ഹല്ലേലൂയ. ഇങ്ങനെയുള്ള സമയത്ത് നാം മറ്റുള്ളവരിൽ നിന്നും നമ്മിൽ നിന്നും ഒന്നും പ്രതീക്ഷിക്കരുത്. ദൈവം നമ്മെ റിഫൈൻ ചെയ്യുക. സകല ബുദ്ധിയും കവിയുന്ന ദൈവസമാധാനം എന്താണെന്ന് ദൈവം നമ്മളിൽ കൂടി ഒന്ന് ഡിസ്പ്ലേ ചെയ്യാൻ ആഗ്രഹിക്കുക. അതുകൊണ്ട് അതിനായിട്ട് ഏൽപ്പിച്ചു കൊടുക്കുക. കണ്ണടയ്ക്കാൻ പ്രാർത്ഥിക്കാൻ. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, തളർന്നു പോകാനോ ക്ഷീണിച്ചു പോകാനോ അല്ല, ദൈവത്തിൻ്റെ സന്നിധിയിൽ മുട്ടുകുത്തിക്കൊണ്ട് ജീവിതത്തിൻ്റെ അനുഭവങ്ങൾ ഞങ്ങളെ പഠിപ്പിച്ചു തരുന്ന പാഠങ്ങൾ നല്ലവണ്ണം പഠിച്ച് ദൈവനാമത്തിൻ്റെ മഹത്വം കരയേറ്റുന്നവരായി ജീവിക്കാൻ ഞങ്ങളെ സഹായിക്കണം. പ്രാർത്ഥന കേട്ടനാൽ സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഗോഡ് ബ്ലെസ് യു.